എടാ ചോദിച്ചത് കേട്ടില്ലേടാ? സർ ഞങ്ങളോ? ഏത് ഞങ്ങള്? എടാ നിനക്കൊന്നും ഉറക്കമില്ലേടാ? മനുഷ്യനെ മെനക്കെടുത്ത ഓരോന്നും വന്നോളൂ. എടാ ഇങ്ങോട്ട് നീങ്ങിക്കണേ. ഒരു കാര്യം അറിയാൻ വന്നതാ. എന്തുവാടാ, വല്ല ചുറ്റിക്കളിയാണോ? എടാ നിന്റെ മുഖത്തൊരു പശപ്പശ കൊണ്ടല്ലോടാ. ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ മിസ്സായി. അയാളെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മിസ്സായി. എപ്പോഴാ മിസ്സായത്? 2-3 മണിക്കൂറായി. എപ്പോഴാ? 2-3 മണിക്കൂറായി. 2-3 മണിക്കൂറായി. എന്താടിയുടെ പേര്? രഘുറാം. രഘുറാം. നിങ്ങളുടെ ആരാ അയാള്? ഞങ്ങളുടെ ആരുമല്ല സർ. ഇന്നലെ രാത്രി വഴി വെച്ച് ഞങ്ങളുടെ വണ്ടി കയറിയതാ. നീയൊക്കെ എന്നാടി വഴി കേൾക്കുന്ന വല്ലവനെയൊക്കെ എടുത്ത് വണ്ടി കയറ്റാൻ പോയത്? എന്താ അവന്റെ രൂപം? 6 അടിയോളം ഉയരം വരും. നല്ല ഫെയർ ആണ് സർ. പിന്നെ ഫുൾ ടൈം തന്നെയാണ് സർ. പ്രായം 35-40 കാണും സർ. പിന്നെ അയാളെ നാഷണൽ ജിയോഗ്രാഫിക്കിന്റെ ഫോട്ടോഗ്രാഫറാണ്. എന്താ പറഞ്ഞേ? നാഷണൽ ജിയോഗ്രാഫിക്കിന്റെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. നിങ്ങൾ പറഞ്ഞ ഫോട്ടോഗ്രാഫർ ഇയാളാണ്. സൂക്ഷിച്ചു നോക്ക്. ഇയാൾ തന്നെയാണോ? അതെ സർ, ഇയാൾ തന്നെയാണ് സർ. ഉറപ്പാണോ? ഉറപ്പാണ് സർ. മിസ്സായിട്ട് എത്ര മണിക്കൂറായെന്നാ പറഞ്ഞേ? 3 മണിക്കൂറായി സർ. നിങ്ങൾ ഈ പറയുന്ന ഫോട്ടോഗ്രാഫർ 12 മണിക്കൂറായി മരിച്ചിട്ട്. എല്ലാരും കൂടി കയറണ്ട. ശരി. ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ആക്സിഡന്റ് നടന്നത്. ഒരു ടൂറിസ്റ്റ് ബസ്സും ഇയാളുടെ ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചു. പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുക. പോലീസ് സർജൻ വരണം. ദേ കണ്ടോ? ഇയാളാണോ ഇന്നലെ രാത്രി നിങ്ങളുടെ ബംഗ്ലാവിൽ? എന്താ പിള്ളേരെ ഇത്? ബോംബെയിൽ നിന്ന് വന്ന ഇയാളുടെ കൂട്ടുകാർ പറഞ്ഞത് കർമ്മങ്ങളൊക്കെ ഇവിടെ വെച്ച് നടത്താവുന്ന. മീനാക്ഷി മതി, വാ പോവാം. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം. മീനാക്ഷി വാ.